ദുആക്ക് ഒരാൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിശ്ചിത കാരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിൽ മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയ സംഭവം അല്ലാഹു വഴിക്കൊഴിയായി ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്നെത്തിയതായ ഒരു സന്ദർഭം നമുക്കറിയാം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗാതുരനായല്ലോ. ശരീരത്തിൽ നിന്ന് വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശരീരമാസകലം വന്നു. അതൊന്നും അല്ലാഹുവിനോട് ഒരു പരിഭവമായിട്ടോ പരാതിയായിട്ടോ ഉന്നയിച്ചില്ല. പക്ഷേ അതിന്റെ ആധിക്യം വളർന്ന് അതങ്ങനെ ഉയർന്നു വന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന നാവിനെ പോലും ബാധിച്ചപ്പോഴാണ് അല്ലാഹുവിനെ വിളിച്ച സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. എന്തെന്നറിയോ? അല്ലാഹുവേ, എനിക്ക് ദിക്ർ ചൊല്ലാൻ തടസ്സം വന്നിരിക്കുന്നു. നീ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനല്ലയോ. മാറ്റിത്തരൂ എന്ന് പറഞ്ഞു. എന്റെ രോഗം ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞു. ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലാഹുവേ, നീ വലിയ കാരുണ്യവാനാണ്. എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോ? എത്ര കൊല്ലക്കാലം? 18 കൊല്ലത്തിന് ശേഷം. 18 കൊല്ലത്തിന് ശേഷം ഭാര്യ ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പടച്ചവനോട് തേടിക്കൂടെ? നിങ്ങൾക്കൊന്ന് പടച്ചവനോട് തേടിക്കൂടെ? 18 കൊല്ലായില്ലേ ഈ രോഗം അനുഭവിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ രോഗമില്ലാതെ സുഖമായി ജീവിച്ചത് 36 വർഷമാണ്. ഇപ്പൊ അതിന്റെ പകുതി ആയിട്ടുള്ളൂ. ചോദിക്കാൻ സമയമായിട്ടില്ല. സുഖമായി ജീവിച്ച അത്രയും കാലം ഇതിങ്ങനെ തന്നെ പോകട്ടെ, എന്നാലേ എനിക്ക് ചോദിക്കാൻ അവസരമുള്ളൂ. പക്ഷേ അല്ലാഹുവിനോട് തേടിയില്ല ഒരു പറച്ചിൽ. നീ വലിയ കാരുണ്യവാനാണ്. അപ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ. നാം അവർക്ക് ഉത്തരം നൽകി, എന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടിനെ നാം പൂർണ്ണമായും നീക്കി. നേരത്തെ പോലെ ചുറുചുറുക്കുള്ള ഒരു ശരീരത്തിൽ നാം അയ്യൂബ് നബിയെ കൊണ്ടുവന്നു.